ഹർഷീനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം പറഞ്ഞല്ലോ സർ. ഹർഷീനയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പ്രശ്നം ഏത് വർഷം 2014 2017 ഇത് കത്രിക അകത്ത് വെച്ചത് എന്നുള്ളതായിരുന്നല്ലോ. അപ്പോ അത് ഡോക്ടർമാർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, പല പരിശോധനകൾ നടത്തി. അപ്പോ ഹർഷീന പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് 2017 എന്നുള്ളത് അത് അംഗീകരിക്കുകയും പിന്നീട് ഈ സർക്കാരിന്റെ തുടക്കകാലത്തിൽ അത് കണ്ടുപിടിക്കുകയും പിന്നെ ഈ വിഷയം ഞാൻ ഹർഷീനയെ പോയി കണ്ടിരുന്നു, മന്ത്രിസഭയിലേക്ക് ഈ വിഷയം ഞാൻ കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ ബഹുമാനപ്പെട്ട CM ഇക്കാര്യം അറിയിച്ചപ്പോൾ മന്ത്രിസഭയിലേക്ക് വെക്കാനായിട്ട് ബഹുമാനപ്പെട്ട CM നിർദ്ദേശം നൽകി. അങ്ങനെ CMന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭ 2 ലക്ഷം രൂപ ഹർഷീനയ്ക്ക് അന്ന് സമാശ്വാസമായിട്ട് അനുവദിച്ചു സാർ. പക്ഷെ പിന്നീട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചെയ്തു. അത് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരോഗ്യ പ്രവർത്തകർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം ഗവൺമെന്റ് നൽകിയത് സാർ. ഇത് കേസ് നടക്കുകയാണ്. അപ്പൊ കേസിന്റെ അടിസ്ഥാനത്തിൽ കോടതി എന്ത് വിധിക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് സാർ ഗവൺമെന്റിന് പ്രവർത്തിക്കാൻ കഴിയുക, ആരോഗ്യ വകുപ്പിന് പ്രവർത്തിക്കാൻ കഴിയുക. അപ്പൊ അതിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ എന്നുള്ള നിലയിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ആ നിലയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയട്ടെ സാർ. ഇവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങളിലൂടെ സാർ വിളപ്പിൽ സ്വദേശിയായ 36 വയസ്സുള്ള യുവാവിന്റെ മരണത്തെ സംബന്ധിച്ച് സാർ ഏത് വേർപാടും മരണവും ദുഃഖകരമാണ്. അപ്പോ ആ കുടുംബത്തോട് അനുശോചനം അറിയിക്കുന്നു, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. സർ 17/1/2026 പുലർച്ചെ 2:43 36 വയസ്സുള്ള യുവാവ് ശ്വാസതടസ്സമുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം വിളപ്പിൽ CHCയിൽ ഡോക്ടറെ കാണാൻ എത്തുന്നത്. അന്ന് പുലർച്ചെ തന്നെ ഡോക്ടർ അവിടെ നെബുലൈസേഷൻ, ഓക്സിജൻ ഇൻഹലേഷൻ നൽകുകയും പിന്നീട് ഡെക്സാൻഡെറിഫിലിൻ ഇഞ്ചക്ഷൻ നൽകുകയും ചെയ്തിരുന്നു. ഈ രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയും ചെയ്തിരുന്നു സാർ. ഇക്കാര്യം അന്നത്തെ ആശുപത്രി രജിസ്റ്ററിലും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. പിന്നീട് 2 ദിവസം കഴിഞ്ഞ് 19/1/2026 പുലർച്ചെ 1:28:48 ഈ യുവാവ് ഭാര്യയെ മൊത്തം അവിടേക്ക് എത്തുന്നത്. ആദ്യഘട്ടം പുറത്തു വന്ന വാർത്ത സാർ ഗേറ്റ് തുറന്നില്ല എന്നുള്ളതായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് ഇദ്ദേഹം ആരോഗ്യ കേന്ദ്രത്തിലെ OP വെയിറ്റിംഗ് ഏരിയയിലേക്ക് ഭാര്യയുമൊപ്പം വന്ന് അവിടെ ഇരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ആരോഗ്യ പ്രവർത്തകരെ വിളിക്കാൻ ബെല്ലടിക്കാൻ പോകുന്നതായിട്ട് കാണുന്നു. അപ്പൊ സുരക്ഷാ കാരണങ്ങളാൽ ആശുപത്രിയുടെ ഗ്രിൽ അകത്ത് നിന്ന് അടച്ചിട്ടു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് സാർ. 1:30:27 അതായത് 1.5 മിനിറ്റിൽ 2 മിനിറ്റിൽ താഴെ തന്നെ സാർ ഈ രോഗിയെ അകത്തേക്ക് കൊണ്ടുപോയി നെബുലൈസേഷൻ, പിന്നീട് നമ്മൾ ഈ ഓക്സിജന്റെ ഇതൊക്കെ കൊണ്ടുവന്ന് കാണുന്നുണ്ട്. നെബുലൈസേഷൻ, ഓക്സിജൻ ഇൻഹലേഷൻ എന്നിവ നൽകുകയും ഡെക്സാൻഡെറിഫിലിൻ ഇഞ്ചക്ഷൻ നൽകുകയും ചെയ്തു. ഓക്സിജൻ നൽകാൻ സൗകര്യമുള്ള ആംബുലൻസിൽ 1:37:53 പേഷ്യന്റിനെ കയറ്റി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും ചെയ്തു സാർ. ഇതില് അവിടെ എത്തുമ്പോഴേക്കും രോഗി മരിച്ചിരുന്നു. ഇതാണ് സാർ റിപ്പോർട്ട്. ഇപ്പൊ നമുക്ക് ആശുപത്രിയുടെ ഡോക്യുമെന്റ്സും എനിക്ക് സംഭവം ഉണ്ടായത് 19 26 എനിക്ക് മെയിൽ കിട്ടിയിട്ടുള്ളത്. ഈ പരാതി കിട്ടിയ ഉടനെ തന്നെ ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി കൊടുത്തിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള ലഭിച്ച റിപ്പോർട്ട് പ്രാഥമികമായിട്ടുള്ള കാര്യമാണ് സാർ ഇവിടെ പറയുന്നത്. ആശുപത്രി രേഖകളിൽ നിന്നും CCTV ദൃശ്യങ്ങളിൽ നിന്നും സാധ്യമായ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ നൽകി എന്നുള്ളതാണ് പ്രാഥമിക റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് സാർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമുക്ക് എന്തായാലും ലഭിക്കേണ്ടതായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയുക. പരാതിയിൽ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് 194 പ്രകാരം വിളപ്പിൽശാല പോലീസ് സ്റ്റേഷനിൽ കേസും എടുത്തിട്ടുണ്ട് സാർ. പാലക്കാട് കുഞ്ഞിന്റെ സംഭവത്തിൽ സാർ നമുക്ക് എല്ലാവർക്കും വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. കാരണം പാലക്കാട് ആശുപത്രിയിൽ 7 ഓർത്തോപീഡീഷ്യൻസ് ആണ് ഉള്ളത് സാർ. കൺസൾട്ടൻസ് ഉൾപ്പെടെ, ജൂനിയർ കൺസൾട്ടൻസ് ഉൾപ്പെടെ അസിസ്റ്റന്റ് സർജൻസിനെ കൂടി, ഓർത്തോയിലുള്ള സ്പെഷ്യാലിറ്റി ഉള്ള അസിസ്റ്റന്റ് സർജൻസിനെ കൂടി അവിടെ പോസ്റ്റ് ചെയ്ത് നല്ല സൗകര്യങ്ങൾ ഒരു സർക്കാർ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള HR അവിടെ ആരോഗ്യ പ്രവർത്തകരെ നിയോഗിക്കുക, സൗകര്യങ്ങൾ ഒരുക്കുക, ഈ കാര്യങ്ങൾ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ സാർ അവിടെ ഒരു ദിവസം 40 ഒരു മാസം സാർ 40 മേജർ സർജറിയാണ് അവിടെ നടക്കുന്നത്. മൈനർ സർജറി സാർ 920 മൈനർ സർജറി നടക്കുന്ന സ്ഥലമാണ് പാലക്കാട് ആശുപത്രി. ഒരു വർഷം 562 മേജർ സർജറിയും 9412 മൈനർ സർജറികളും നടക്കുന്നുണ്ട് സാർ. ഇപ്പൊ അവിടെ ഈ കുഞ്ഞിന്റെ ഒരു വിഷയത്തിൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടയുടനെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തി സർക്കാരിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അതിന് പ്രശ്നമുണ്ട് എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തിരുന്നു സാർ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇത് വീണ്ടും പരിശോധിക്കണം, സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് പറഞ്ഞ് സർക്കാരിനോട് നിർദ്ദേശം നൽകിയെങ്കിലും ആ സസ്പെൻഷൻ അത് തുടരുകയാണ് സാർ ചെയ്യുന്നത്. വിദഗ്ധമായ അന്വേഷണം നടത്തിയതിന് ശേഷം ആ റിപ്പോർട്ട് എന്താണെന്നുള്ളത് കണ്ടതിന് ശേഷം മാത്രം ബാക്കി നടപടികളിലേക്ക് പോകാമെന്നുള്ളതാണ് സർക്കാർ കണ്ടിട്ടുള്ളത്. സാർ ഒരു കാര്യം കൂടി, ഈ കുഞ്ഞിന് മന്ത്രിസഭ 2 ലക്ഷം രൂപ സമാശ്വാസമായിട്ട് അനുവദിച്ചിരുന്നു. അത് കൂടാതെ വനിതാ ശിശു വികസന വകുപ്പിന്റെ 4000 രൂപ ഒരു മാസം ഒരു പിന്തുണ ധനസഹായം എന്നുള്ള നിലയിൽ, അതോടൊപ്പം മറ്റ് ചികിത്സാ സഹായങ്ങളും കുഞ്ഞിന്റെ കൈ വളരുന്ന സ്ഥിതിക്ക്
അത് മാറ്റേണ്ടതായിട്ട് വരും. അപ്പൊ അതെങ്ങനെയാണെങ്കിലും അത് ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് സർ. സർ, അതോടൊപ്പം തന്നെ ഇതില് ഏത് വിഷയമാണെങ്കിലും സർ, ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ UDF കാലത്തെ കാര്യം പറഞ്ഞല്ലോ സർ, 16 പേർക്ക് മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഇടത്ത് നടപടികൾ എടുത്തത് എത്രയെന്ന് കാണുമ്പോൾ നമുക്ക് അത് അറിയാൻ സാധിക്കും. ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട MLA വായിച്ചല്ലോ സാർ, ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടാണ് അദ്ദേഹം വായിച്ചിട്ടുള്ളത് ശ്രീ വേണുവിന്റെ കേസിൽ സാർ. അപ്പൊ ആരോഗ്യവകുപ്പ് എല്ലാ കാര്യങ്ങളെയും നിഷ്പക്ഷമായി കണ്ടുകൊണ്ട് അതിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അത് തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അതിൽ മുഖം നോക്കാതെയുള്ള നടപടികൾ എടുക്കും. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടിയുണ്ട് സാർ, ഇപ്പോ ആരോഗ്യ പ്രവർത്തകരെ അനാവശ്യമായിട്ട് ആക്രമിക്കുന്നതിന് ഒരു സാഹചര്യം നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടാക്കാനായിട്ട് പാടില്ല എന്നുള്ളത് കൂടിയുണ്ട് സാർ. സാറ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8 മണിക്കൂർ രാത്രി ശസ്ത്രക്രിയ ചെയ്ത് നമ്മുടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ, നിപ്പ മൂലം മരണമടഞ്ഞ ലിനി ഉൾപ്പെടെ ഉള്ളവർ, സിസ്റ്റർ ലിനി ഉൾപ്പെടെയുള്ളവർ, അതുപോലെ കോവിഡ് മൂലം മരണപ്പെട്ടവർ, അങ്ങനെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളിലൂടെയാണ് സാർ കേരളത്തിന്റെ ആരോഗ്യ രംഗം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ അവരുടെ മനോവീര്യം തകർക്കുന്നതിന് വേണ്ടി ഒരു കാരണവശാലും അത് ഇടയാക്കരുത് എന്നുള്ളത് പ്രത്യേകമായിട്ട് സർക്കാർ അതുകൂടി കാണുന്നുണ്ട് സാർ. അതോടൊപ്പം കർശനമായിട്ടുള്ള നടപടികൾ ഇതിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതും കാണുന്നുണ്ട് സാർ.